ലോകാവസാനം വരെ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടില്ല. ഇത് പറയുന്നത് യോഗിയാണ്. നമ്മൾ ഈ പറയുന്ന വാർത്ത ഞാൻ കണ്ടത് മാധ്യമത്തിലാണ് എന്നുള്ളത് കൂടിയുണ്ട്. അത് പ്രത്യേകം പറയണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ടതിന്റെ ആവശ്യമുണ്ടോ? അല്ലേ, സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും പറയുന്നത് ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ തരത്തിലൊരു പുനർനിർമ്മിക്കപ്പെടുമെന്നുള്ള സംശയം ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് രീതിയിൽ അതിന് മറുപടി പറയും. ഏതാണെങ്കിലും ഒന്ന് വസ്തുതാപരമായി ശരിയാണ്. ഒരു കാലത്തും ഭാരതത്തെ സംബന്ധിച്ച് ബാബറുടെ സ്മാരകം പുനർനിർമ്മിക്കാൻ അനുവദിക്കില്ല. അത് ഇന്ത്യയിലെ ഹൈന്ദവ ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ ഹൈന്ദവരും ഭാരതത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഭാരതത്തിലെ സർക്കാരുകളൊക്കെ ഇപ്പം നാളെ ഈ പറയുന്ന സ്ഥലത്ത് യോഗി ആദിത്യനാഥ് മാറിയിട്ട് കോൺഗ്രസിന്റെ സർക്കാർ വന്നിരിക്കട്ടെ, അവർ സമ്മതിക്കില്ല. അത് അഖിലേഷ് യാദവ് സമ്മതിക്കില്ല. എന്തിനാ പറയണേ? ഇതിനുള്ളൊരു കാരണം പ്രധാനമായിട്ട് ഇപ്പോൾ സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടക്കുന്ന കാലത്ത് BJP ആയിരുന്നില്ലല്ലോ അധികാരത്തിൽ. BJPക്ക് നാമമാത്രമായിട്ടുള്ള സീറ്റുകൾ അക്കാലത്തുള്ളത്. BJP ഒരു നെഗ്ലിജിബിൾ ഫാക്ടറായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്. അങ്ങനെയുള്ള അന്നത്തെ ജനസംഘം, ആ ജനസംഘം നെഗ്ലിജിബിൾ ഫാക്ടർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ സർദാർ പട്ടേലിൻ്റെയും രാജേന്ദ്ര പ്രസാദിൻ്റെ എല്ലാം നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഭാരതത്തിൽ രാഷ്ട്രീയമല്ല പ്രശ്നം. ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് ഒരു വിദേശിയായിരിക്കുന്ന ബാബറുടെ സ്മാരകം ഒരു കാരണവശാലും ഭൂഷണമല്ല. അത് ഇസ്ലാം മത വിശ്വാസികൾ വളരെ ഇതായിട്ട് പവിത്രമായി കാണുന്ന ഒരു ഇടമായിരുന്നു. കാര്യം ശരിയാണ്, തർക്കഭൂമിയായിരുന്നു. പിന്നീട് രാമക്ഷേത്രം നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും ഇത്തരത്തിലുള്ളൊരു വാശി ഹൈന്ദവ സമൂഹം വച്ചു പുലർത്തേണ്ടതിന് ആവശ്യമുണ്ടോ? അതിനകത്തൊരു വാശിയില്ല. കാരണം മുസ്ലിങ്ങൾ ഒരിക്കലും അതിനെ ആരാധിച്ചിട്ടില്ല. സാധാരണ മുസ്ലിം ദേവാലയത്തെ സംബന്ധിച്ച് അതിന് 3 മിനാറുകൾ ഉണ്ടാവും. ഈ ബാബറി മസ്ജിദിന് എന്ന് പറയപ്പെടുന്ന വിവാദ മന്ദിരത്തിന് അതിനങ്ങനത്തെ ഒരു മിനാറുകളൊന്നും ഇല്ലല്ലോ. ഒരു മിനാറും അതിനകത്തില്ല. അതൊരു താൽക്കാലികമായിട്ടുള്ള തട്ടിക്കൂട്ടലായിരുന്നു. കാരണം ബാബറിനെ ഒരു കാരണവശാലും മുസ്ലിം സമൂഹത്തിന് അംഗീകരിക്കാൻ സാധ്യമല്ല. മുസ്ലിം സമൂഹത്തിലുള്ള ഏറ്റവും സമ്പന്നരായിരിക്കുന്ന വരേണ്യവർഗത്തിൽപ്പെട്ട ചില ആളുകൾ മാത്രം ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളാണ് ബാബർ എന്ന് പറയുന്നത്. ബാബർ അക്രമിയാണ്. ബാബറുടെ വംശം തൈമൂർ വംശമാണ്. ആ തൈമൂർ വംശത്തിൻ്റെ സവിശേഷത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മുസ്ലിങ്ങൾ മദ്യം കഴിക്കില്ലല്ലോ. പക്ഷേ ബാബർ മദ്യം കഴിക്കും. ബാബറുടെ വംശം എന്ന് പറയുന്നത് തൈമൂർ വംശം. മരിച്ച മനുഷ്യൻ്റെ തലകൂട്ടിയിൽ മദ്യം സേവിക്കുന്നവരാണ് അവർ. ആ വംശത്തിൽപ്പെട്ട ആളാണ് ബാബർ. ബാബർ മുസ്ലിം ഒന്നുമല്ല. എനിക്ക് ഒരു കാരണവശാലും ബാബറിന് മുസ്ലിമായിട്ട് അംഗീകരിക്കാൻ സാധ്യമല്ല. ബാബർ എന്ന് പറയുന്ന അക്രമിയായിട്ടുള്ള ആള്, അയാൾ റഷ്യയുടെ അതിർത്തി പ്രദേശത്തു നിന്നാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. അത്തരം അക്രമ പ്രവർത്തനങ്ങളിലുള്ള ആള് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് അയാൾ ആദ്യം ചെയ്തത് ഇന്ത്യയിലെ മാനബന്ധുക്കളെ തകർക്കുക എന്നുള്ളതാണ് ബാബർ ചെയ്തത്. ബാബർ മാത്രമല്ല, മുഗൾ വംശത്തിലുള്ള മിക്കവാറും എല്ലാ ആളുകളും നമുക്ക് വേണമെങ്കിൽ പറയും അക്ബർ ചെയ്തിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ചെയ്തത്, അക്ബറായ തുടങ്ങിയിട്ട് ഔറംഗസീബ് പോലെയുള്ള മുഴുവൻ ആളുകൾ ചെയ്തത് ഭാരതത്തിൻ്റെ മാനബന്ധുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ആ മാനബന്ധുക്കളെ കുറിച്ചിട്ട് മാർക്സ് മുള്ളറൊരു കമൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു നാടിനെ നശിപ്പിക്കണമെങ്കിൽ ആദ്യം ആവശ്യമുള്ളത് ആ നാട്ടിലേക്ക് ആറ്റം ബോംബിൻ്റെ വർഷണം ആവശ്യമില്ല. മറിച്ച് ആ നാട്ടിൻ്റെ മാനബന്ധുക്കളെ നശിപ്പിക്കണം, അവിടുത്തെ സ്ത്രീകളെ നശിപ്പിക്കണം, ആ നാടിൻ്റെ പാരമ്പര്യം നശിപ്പിക്കണം, അവിടെയുള്ള ദേവാലയങ്ങളെ നശിപ്പിക്കണം. ഇത് തന്നെയാണ് ബാബർ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ബാബർ ഇത്തരത്തിൽ നശിപ്പിക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് 1526 ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ക്ഷേത്രം ആക്രമിക്കുകയാണ്. അയാൾക്ക് വേറെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ, ചെയ്തില്ലല്ലോ. അയാളെന്താ ഏറ്റവും കൂടുതൽ ചെയ്തതെന്താ? ഇന്ത്യയിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനബിന്ദുവായിട്ട് കരുതുന്ന ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജന്മസ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ ദേവാലയം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. ഇപ്പം ഇതിനകത്ത് മുസ്ലിം ജനവിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗമുണ്ട്. അവർ പേരാണ് അഹമ്മദിയരുടെ ഒരു ഖുറാനുണ്ട്. ആ ഖുറാനിലെ ആദ്യത്തെ പ്രവാചകന്റെ പേരെന്താണെന്ന് അറിയാമോ? ശ്രീരാമചന്ദ്രൻ എന്നാണ്. രണ്ടാമത്തെ പ്രവാചകന്റെ പേരെന്താണെന്നറിയോ? ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാണ്. മൂന്നാമത്തെ പ്രവാചകന്റെ പേരെന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തു എന്നാണ്. 4ാമത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. അപ്പോൾ എന്ന് വെച്ചാൽ മുസ്ലിം ജനവിഭാഗങ്ങളിൽ തന്നെ പ്രബലമായിട്ടുള്ള അഹമ്മദീയ ജനവിഭാഗത്തിൻ്റെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആദ്യത്തെ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ സ്മാരകം തകർക്കുക എന്നുള്ളതാണ് ബാബർ ചെയ്തത്. ആ തരത്തിലുള്ള ഒരു സ്മാരകങ്ങളും തകർത്തുകൊണ്ട് ഈ നാടിൻ്റെ മാനബിന്ദുക്കളെ, മൂല്യങ്ങളെ തകർക്കുന്ന ഒരു പ്രവർത്തനത്തെയും അംഗീകരിക്കാൻ ഈ ദേശസ്നേഹമുള്ള ഒരാൾക്ക് സംബന്ധിച്ച് സാധ്യമല്ല. അത് തന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞുള്ളൂ. ഒരു തെറ്റിനെ മറ്റൊരു രീതിയിൽ ഇത്തരത്തിൽ എന്താ പറയുക, വളരെ നമ്മൾ പറയില്ലേ വർഗീയമായ രീതിയിലൊക്കെ അതുകൊണ്ട് തന്നെ ചെറുക്കുക എന്ന് പറയുന്നത് ശരിയാണ്? അല്ല, നിങ്ങൾ അതിനെ കുറിച്ചിട്ട് വർഗീയമാന്നുള്ള വാക്കൊക്കെ വന്ന ഏത് സമയത്താണ്?
ഇവരാക്രമിച്ച സമയത്ത് ആരും പറഞ്ഞില്ലല്ലോ. ആക്രമിച്ച താരങ്ങൾ പറഞ്ഞോ ഈ ആക്രമിച്ച് തെറ്റാന്ന് ഇപ്പോഴത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞില്ലല്ലോ. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. മറിച്ച് ഇത് തെറ്റ് തന്നെയാണ്. ഒരു അക്രമി ഭാരതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്തമായുള്ള സമൂഹത്തിൽ നോക്ക്. ആ ലോകത്തിൻ്റെ വ്യത്യസ്ത ഇപ്പോൾ ഈവൻ ടു റഷ്യയിൽ തന്നെ റഷ്യൻ വിപ്ലവം നടന്നു. മറ്റേ ഇതിൻ്റെ പീറ്റേഴ്സ്ബർഗ് ഉണ്ട്. ആ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ പീറ്ററിൻ്റെ സ്മാരകം നശിപ്പിച്ചിട്ടാണ് അത് അവിടെ മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ലെനിൻ്റെ സ്മാരകം മറ്റേ പ്രതിമ കൊണ്ട് വെച്ചത്. ലെനിൻഗ്രാഡ് എന്ന സ്ഥലത്തിൻ്റെ പേര്. ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ ഇത്. അങ്ങനെ അതായത് അക്രമികൾ ഒരു നാട്ടിലേക്ക് കടന്നു വന്ന് അവർ സ്വന്തം സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്മാരകങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടത് ആ നാടിൻ്റെ തനതായ സ്വഭാവത്തിന് അനിവാര്യമാണ്. ഈ അനിവാര്യതയുടെ നിന്നാണ് വിവാദമന്ദിരത്തിൻ്റെ തകർക്കൽ വരുന്നത്. വിവാദമന്ദിരം തകർന്നു പോവാണ്. അതിനകത്ത് ജനങ്ങൾ അതിനകത്ത് കയ്യും മെയ്യും മറന്നുകൊണ്ട്, കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട്, ജാതി മത ചിന്തകൾ മറന്നുകൊണ്ട് മുഴുവൻ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ആരുടെ ആഹ്വാനപ്രകാരമല്ല തകർത്തത്. അവിടെ തകർത്തതിനെ കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിനടക്കം അതിൻ്റെ തകർത്തതിന് ഉത്തരവാദിത്വമില്ല. മറിച്ച് ജനങ്ങൾക്കാണ്. ജനങ്ങൾ അവർ വളരെ വർഷങ്ങളായിട്ട് കരുതിപ്പോരുന്ന അവർ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ ജന്മസ്ഥലത്ത് അക്രമികൾ കൊണ്ടുവച്ചിരിക്കുന്ന ചില സ്മാരകങ്ങൾ, ആ സ്മാരകങ്ങൾ തകർത്ത് കളഞ്ഞു. മുസ്ലിങ്ങളെ സംബന്ധിച്ച് വേറൊന്നും, ഞാൻ അയോധ്യയിൽ പോയിട്ടുണ്ട്. മുസ്ലിങ്ങൾ ആരാധിക്കുന്ന സ്ഥലമല്ല അത്. 45 വർഷമായിട്ട് ഒറ്റ മുസ്ലിം അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല വിവാദ മന്ദിരത്തിലേക്ക്. പക്ഷെ ഇന്നും ഡിസംബർ 6 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പല ഇടങ്ങളിലും വളരെ സെക്യൂരിറ്റി ചെക്കുകൾ നടക്കുന്ന ഒരു ദിനമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ തകർക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഈ മന്ദിരത്തെ ചൊല്ലി ഇപ്പോഴും ഭീതി നിൽക്കുന്നു എന്നുള്ളതല്ല. അതിനിടയിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അതൊരു കലാപത്തിലേക്കൊക്കെ വഴിവെക്കില്ലേ? അല്ലാതെ പ്രജിത, പ്രധാനമായിട്ട് സെക്യൂരിറ്റി ചെക്ക് നടക്കുന്നു എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ വികാരമല്ല, ജനങ്ങളുടെ താല്പര്യങ്ങളല്ല, ജനങ്ങളല്ല ഇളകുന്നത്. മറിച്ച് അക്രമകാരികളായിരിക്കുന്ന, ദേശവിരുദ്ധരായിരിക്കുന്ന, തീവ്രവാദികളായിരിക്കുന്ന ചില ആളുകൾ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ നടത്താൻ ഏറ്റവും അവർക്ക് തിരഞ്ഞെടുക്കാൻ എളുപ്പം ഈ വിവാദ മന്ദിരത്തിൻ്റെ തകർക്കലിൻ്റെ ദിവസമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ദിവസമാണ് അവർക്ക് തിരഞ്ഞെടുക്കാൻ നല്ലത്. ഇന്ത്യയുടെ റിപ്പബ്ലിക്കിൻ്റെ ദിനമാണ് അവർക്ക് തിരഞ്ഞെടുക്കാൻ നല്ലത്. ഈ തരത്തിൽപ്പെട്ട ഭാരതത്തിലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ദിവസം അക്രമങ്ങൾ സംഘടിപ്പിക്കുന്നത് തീവ്രവാദികളുടെ സ്വഭാവമാണ്. അതിവിടെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് വിദേശ തീവ്രവാദികൾ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ഈ തരത്തിൽപ്പെട്ട പ്രധാന ദിവസങ്ങളെയാണ്. അതിൻ്റെ അപ്പുറത്ത് ഇതിന് താത്വികമായിട്ടുള്ള യാതൊരു വശവും അതിനെ സംബന്ധിച്ചില്ല, ഒരു വശം അതിനെ സംബന്ധിച്ചില്ല. ഇതിനകത്തൊരു വിവാദ മന്ദിരം എന്നുള്ള പദപ്രയോഗം പോലും വസ്തുതാപരമല്ല. ഇത് വിവാദ മന്ദിരമല്ല. യഥാർത്ഥമായിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ക്ഷേത്രം ഇരുന്ന സ്ഥലമാണ്. ആ ക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് ആരെങ്കിലും സ്വന്തം ബലപ്രയോഗം കൊണ്ട്, കായിക ബലം കൊണ്ട്, സേനാബലം കൊണ്ട് അവിടെ തച്ച് തകർത്തുണ്ടെങ്കിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല. ഇത് ഭാരതത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. സോമനാഥ ക്ഷേത്രം അങ്ങനെയാണ്. അന്ന് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ്. എന്ന് വെച്ചാൽ ആര് അക്രമി ഇവിടെ ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഇവിടുത്തെ സ്മാരകങ്ങൾ തകർത്തിട്ടുണ്ടോ ആ സ്ഥാപനങ്ങളെല്ലാം തന്നെ പുനർജീവിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് അയോധ്യയിലെ വിവാദ മന്ദിരത്തിൻ്റെ പുനഃസ്ഥാപനവും. ആ സ്ഥാപനം ആജീവനാന്തം സാധാരണ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത് പോലെ തന്നെ അവിടെ അയോധ്യയിൽ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല.